ട്യൂബിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം പ്രസാദ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്റഗ്രൽ കാൽക്കുലസ് എന്നുള്ള ടോപ്പിക്കുമായിട്ട് തന്നെയാണ്. ആ ടോപ്പിക്കിലെ ടൈപ്സ് ഓഫ് ഇന്റഗ്രൽസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റഗ്രൽസ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓൾറെഡി 3 ടൈപ്പ് ഇന്റഗ്രൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകുന്നതായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാൻ ശ്രമിക്കണം. നമ്മൾ ഇന്ന് പുതിയ 2 മെത്തേഡും കൂടിയാണ് പഠിക്കാൻ പോകുന്നത്. 2 ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ 6ാമത്തെ പാർട്ടാണ്. ഇത് മുഴുവനായി എല്ലാവരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് അവർക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഒന്ന് പകർന്നു നൽകാൻ ശ്രമിക്കുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ എല്ലാവരും തയ്യാറായിരിക്കുകയാണെന്ന് കരുതുന്നു. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ ഇന്ന് കാണാൻ പോകുന്ന ഫസ്റ്റ് ഫോം ഏതാ നോക്കാം. അതായത് ഇന്റഗ്രൽസ് ഓഫ് ദ ഫോം ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഓൾ റേസ് ടു എൻ എഫ് ഡാഷ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷന്റെ പവർ n എന്നാണ്. അത് ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. അത് ക്യൂബ് റേസ് ടു 4 റേസ് ടു 5 അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. ആ പവറിന്റെ ഉള്ളിൽ വരുന്നത് ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം അതിന്റെ കൂടെ ഉണ്ടാകുന്നത്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഇൻറ്റു ഡി എക്സ്. ഇതാണ് ഫോർമാറ്റ്. അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ് ഡി എക്സ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അതിന്റെ പവർ 3 ആണ്. എന്നിന്റെ സ്ഥാനത്ത് 3 ആണ് വന്നത്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് എന്ന് പറയുന്നത്. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഇന്റഗ്രൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് തുടരുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സൈൻ എക്സ്, അതായത് ഫംഗ്ഷന് നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ള സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്, സൈൻ എക്സ്. അതിന് യു എന്ന് പേര് കൊടുക്കാൻ പോകും. പുട്ട് യു ഈക്വൽ ടു സൈൻ എക്സ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത്. പിന്നെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി യു എന്തിലുള്ള ഫംഗ്ഷനായി മാറി, എക്സ് ഉള്ള ഫംഗ്ഷനായി. അപ്പൊ യുവിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, അപ്പൊ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡി എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഡി യു ഈക്വൽ ടു കോസ് എക്സ് ഡി എക്സ്. ഓക്കെ, അത് അവിടെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇന്റഗ്രലിൽ നോക്കുന്നു. ഇവിടെ കോസ് എക്സ് ഡി എക്സ് ഉണ്ട്. അപ്പൊ ഒന്ന് മാറ്റി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് പകരം നമുക്ക് ഡി യു എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇന്റഗ്രൽ എങ്ങനെ മാറും, ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ സൈൻ എക്സിന് പകരം നമ്മൾ യു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ യു എന്ന് എഴുതി. ഇനി ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, അതുകൊണ്ട് അത് യു ക്യൂബ് എന്നായി മാറി. കോസ് എക്സ് ഡി എക്സിന് പകരം ഡി യു എന്ന് കൊടുക്കാം. അപ്പൊ അതിന് പകരം ഡി യു എന്ന് കൊടുക്കും. അപ്പൊ നമ്മൾ ഏത് ഇന്റഗ്രലിന്റെ ഫോർമുലയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല ഇതാണ്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ dx equal to x raised to n plus 1 by n plus 1 plus c. ഈ ഒരു ഫണ്ടമെന്റൽ റിസൾട്ട് ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു x ലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു u ലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് ഈക്വൽ ടു എന്തായി മാറും, u raised to 3 plus 1 n plus 1 എന്നുള്ളതിന് പകരം ഇവിടെ n ന്റെ സ്ഥാനത്ത് 3 ആണ്. 3 plus 1 divided by 3 plus 1 plus c. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു യു റേസ് ടു 4 ബൈ 4 പ്ലസ് സി. യു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തത്, സൈൻ എക്സ്. അപ്പൊ ഇത് ഈക്വൽ ടു സൈൻ എക്സ് ഓൾ റേസ് ടു 4. ബ്രാക്കറ്റ് കൊടുത്തിട്ട് തന്നെ എഴുതണം, അല്ലെങ്കിൽ ഇതിന്റെ ആംഗിളിന്റെ പവർ 4 ടൈംസ് ആക്കി എന്നുള്ളേ വരുള്ളൂ. 4 ടൈംസ് അല്ല, റേസ് ടു 4 ആക്കി എന്നാണ് വരിക. അതുകൊണ്ട് തന്നെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എഴുതുക. ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി. ഓക്കെ, അപ്പൊ ഇത് ഈക്വൽ ടു ഇനി എങ്ങനെ എഴുതണം, സൈൻ റേസ് ടു 4 എക്സ്. എപ്പോഴും ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ പവർ എടുക്കുമ്പോൾ അത് ഇവിടെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 പ്ലസ് 6. ഓക്കെ, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കാണാം. ട്രിഗണോമെട്രി
കുറച്ച് ഫോർമുലകളൊക്കെ ചില സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അതുപോലെ ഫണ്ടമെന്റൽ റിസൾട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ഇന്റഗ്രേഷന്റെ പ്രോബ്ലംസും വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്കാണ് വരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഇന്റഗ്രൽ 3x² - 4x + 1 into 3x - 2 dx. അപ്പൊ നമ്മളിത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലല്ലോ ഇവിടെ ഉള്ളത് എന്ന്. പക്ഷെ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് കിട്ടും. അതെങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു പ്രോബ്ലം പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ആദ്യം ഇന്റഗ്രൽ 3x² - 4x + 1 into 3x - 2 dx. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ u എന്ന് കൊടുക്കാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ ആണ്. ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് ആണ് ഇത്. നമ്മൾ പുട്ട് u = 3x² - 4x + 1. ഓക്കെ, അപ്പൊ u x ലുള്ള ഫംഗ്ഷൻ ആയി മാറി. അപ്പൊ നമ്മൾ u നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു du/dx വിത്ത് റെസ്പെക്ട് ടു x. അത് d/dx of 3x² - 4x + 1. ഓക്കെ, അപ്പൊ du/dx നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ടേമിനെയും എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പൊ നമ്മൾ ഇതെങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ടേം എടുത്തു 3x², അല്ല കോൺസ്റ്റന്റ് 3 ആണ്. അപ്പൊ 3 ഔട്ട്സൈഡ് എടുത്തു. x² ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പൊ ഇൻറ്റു 2x. അത് കഴിഞ്ഞ സൈന് മൈനസ്. അടുത്ത ടേം 4x ആണ്, അതിലെ കോൺസ്റ്റന്റ് 4 ആണ്. ഇൻറ്റു x ഉണ്ട്. അപ്പൊ x ന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അവിടെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പൊ du/dx നമുക്കിത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 6x - 4 കിട്ടും. 4 × 1 4 കിട്ടും. അതുകൊണ്ട് പ്ലസ് 0 നമ്മൾ എഴുതുന്നില്ല. അപ്പൊ അത് അടുത്ത സ്റ്റെപ്പിലേക്ക് എന്തായി മാറും? du/dx നമുക്ക് ഈ ഒരു 3x - 2 എന്നുള്ള ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിൽ നിന്ന് എന്ത് ഔട്ട്സൈഡ് എടുക്കുക? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 ആണ്. അപ്പൊ 2 ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ 3x - 2 ആയി. അപ്പൊ 2 × 3 6x കിട്ടും. അതുപോലെ 2 × 2 4 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. du = 2 × 3x - 2 × dx. ഇനി നമ്മുടെ ഇന്റഗ്രലിലേക്ക് നോക്കുന്നു. ഇന്റഗ്രലിൽ നോക്കുമ്പോൾ 3x - 2 dx അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു 2 ഇവിടെ ഉണ്ടോ? ഇല്ല. ആ 2 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അത് ഇൻറ്റു എന്നുള്ളത് മാറിയിട്ട് du/2 ആയി മാറി. = 3x - 2 × dx. ഓക്കെ, അപ്പൊ ഈ ഇന്റഗ്രൽ എങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും? ഇത് ഇന്റഗ്രൽ 3x² - 4x + 1 ന് പകരം നമ്മൾ u എന്ന് കൊടുക്കും. അത് u എന്നാണ് നമ്മൾ എടുത്തത്. അപ്പൊ u ഇൻറ്റു 3x - 2 dx. 3x - 2 dx അതിന് പകരം എന്താ എഴുതുക? du/2 ഇൻറ്റു du/2. ഓക്കെ, അപ്പൊ ഇതിലെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്ററിലാണ് 2 ഉള്ളത്. അതായത് 1/2 ആണ് കോൺസ്റ്റന്റ്. അത് ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ u du. ഓക്കെ, ഇത് = 1/2 ഇൻറ്റു x dx ആണെങ്കിൽ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഫോർമുല? നമ്മുടെ ഫണ്ടമെന്റൽ ഫോർമുല ഇന്റഗ്രൽ x⁻n dx, അതായത് x⁻n + 1 / n + 1 + c ആണ്. അതുപോലെ വിത്ത് റെസ്പെക്ട് ടു u ലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായി മാറും? u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ u⁻1 + 1 / 1 + 1 + c. ഇത് = 1/2 ഇൻറ്റു u² + c. അതായത് 1 × u² എന്ന് പറഞ്ഞാൽ u², 2/2 × 2 എന്നാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും ബൈ 2 ആണ്. അതുകൊണ്ട് 2 × 2 4 + c. അപ്പൊ u എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എടുത്തത്? 3x² - 4x + 1 ആണ്. അത് നമ്മൾ ഇവിടെ തിരിച്ചു കൊടുക്കുന്നു. 3x² - 4x + 1 അതാണ് u. അതിന്റെ സ്ക്വയർ ആണ്, കാരണം ഇവിടെ u² ഉണ്ട്. അപ്പോൾ all⁻²2 / 4 + c. ഓക്കെ, അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായി മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഇന്റഗ്രൽ 1 plus cos x whole divided by x plus sin x whole square dx. അപ്പൊ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്താണ് വരിക? നമ്മൾ പവറിന്റെ ഉള്ളിൽ വരുന്നത് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. അതിന്റെ ഓൾവേസ് ടു 2 ഉണ്ട്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്ത് നോക്കിക്കേ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്, ഇവിടെ ഉണ്ട് 1 ഉണ്ട്, പ്ലസ് സൈൻ ഉണ്ട്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, അതും ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏത് മെത്തേഡിലാണ് എന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു, ഇന്റഗ്രൽ 1 plus cos x divided by x plus sin x dx. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ put u equal to എന്താണ്, സോറി ഇവിടെ x plus sin x whole square ഉണ്ട്. ഇനി ഇവിടെ u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൊടുക്കുന്നത്? x plus sin x. അപ്പൊ ഇവിടെ x plus sin x. ഓക്കെ, അപ്പൊ u എന്തിലുള്ള ഫംഗ്ഷൻ ആയി മാറി? x ലുള്ള ഒരു ഫംഗ്ഷൻ ആയി മാറി. അപ്പൊ u നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു x ൽ. du by dx equal to d by dx of x plus sin x. ഓക്കെ, അപ്പൊ du by dx equal to എന്ത് കിട്ടും? x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് sin x ന്റെ ഡെറിവേറ്റീവ് cos x. അപ്പൊ 1 plus cos x എന്ന് കിട്ടി. ഇനി du equal to 1 plus cos x into dx. ഇതങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഇന്റഗ്രൽ എങ്ങനെ മാറും? ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ 1 plus cos x ന് പകരം into dx ഉണ്ട്, അതിന് പകരം du എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ x plus sin x ന് പകരം u എന്ന് കൊടുത്തു, അവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇന്റഗ്രൽ റീഅറേഞ്ച് ചെയ്തു. ഇനി ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ ഡിനോമിനേറ്ററിൽ പവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുവന്നാലേ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് u റേസ് ടു -2 എന്നായി മാറും. ഇവിടെ പ്ലസ് ആകുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ -2 du. അപ്പൊ നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല ഫസ്റ്റ് പഠിച്ച ഫണ്ടമെന്റൽ ഫോർമുലയാണ്, ഇന്റഗ്രൽ x റേസ് ടു n dx ഈക്വൽ ടു x റേസ് ടു n plus 1 ഡിവൈഡഡ് ബൈ n plus 1 plus c. ഇവിടെ n ന്റെ സ്ഥാനത്ത് -2 ആണ്. അപ്പൊ ഇത് ഈക്വൽ ടു എന്ത് വരും? u റേസ് ടു -2 plus 1 divided by -2 plus 1 plus c. Okay, this equal to u raised to -1, -2 plus 1 ആണ് -1 divided by -1 plus c. അപ്പോൾ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -u raised to -1 plus c എന്നായി മാറും. ഇനി ഇതിന്റെ പവർ പോസിറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ അതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് ഈക്വൽ ടു മൈനസ്, ഈ മൈനസ് ഇവിടെ കൊടുത്തു, ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ 1 by u raised to 1 plus c എന്നായി മാറി. u raised to 1 എന്ന് പറഞ്ഞാൽ u തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നപ്പോൾ പോസിറ്റീവ് ആയെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ എഴുതിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? ഇത് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ u എന്ന് പറഞ്ഞാൽ എന്താണ്? x plus sin x all raised to 1 വേണമെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല. 1 കൊടുത്തിട്ടില്ലെങ്കിലും അതിന്റെ പവർ 1 ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, പ്ലസ് c. ഇതാണ് നമ്മളെ ഇതിന്റെ ഇന്റഗ്രൽ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് ഇന്റഗ്രൽ cos x all divided by root of sin x dx. ഇപ്പൊ ഇവിടെ ഏതാണ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sin x ആണ്. അതിന്റെ പവർ എവിടെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടാവുക. റൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഓൾ റൈസ് ടു 1/2 എന്നാണ്. അപ്പൊ അത് നമ്മൾ ആദ്യം ഒന്ന് എടുത്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതുക, എന്നാലേ നമുക്കത് ചെയ്യുമ്പോൾ എന്താണ് അത് ചെയ്യാനുള്ള കാരണം, ഈ ഫോർമാറ്റിൽ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ cos x ഡിവൈഡഡ് ബൈ റൂട്ട് sin x dx എന്നാണ്. അപ്പൊ അത് ഈക്വൽ ടു ഇന്റഗ്രൽ cos x ഡിവൈഡഡ് ബൈ sin x all raised to 1/2 dx എന്നാണ്. ഓക്കെ, അപ്പൊ അത് നോക്കിക്കേ, ഇവിടെ ഫംഗ്ഷൻ sin x ആണ്, അതിന്റെ പവർ n ന്റെ സ്ഥാനത്ത് 1/2 ആണ്, sin x ന്റെ ഡെറിവേറ്റീവ് ആണ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ള cos x. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ put u equal to sin x. ആ ഫംഗ്ഷന്റെ സ്ഥാനത്ത് f of x ന്റെ സ്ഥാനത്ത് വരുന്നത് sin x ആണ്, അതിന് u എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ u എന്തിലുള്ള ഫംഗ്ഷൻ ആയി? x ലുള്ള.
അപ്പൊ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം യുനെ du by dx വിത്ത് റെസ്പെക്ട് ടു x ൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ d by dx ഓഫ് sin x. ഓക്കേ, അപ്പൊ ഇത് ഈക്വൽ ടു du by dx ഈക്വൽ ടു sin x ന്റെ ഡെറിവേറ്റീവ് cos x. അപ്പൊ du ഈക്വൽ ടു cos x into dx ക്രോസ് മൾട്ടിപ്ലൈ. ഓക്കേ, അപ്പൊ ഈ ഇന്റഗ്രൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ cos x dx ന് പകരം du എന്ന് കൊടുത്തു, ഡിവൈഡഡ് ബൈ sin x ന് പകരം u എന്ന് കൊടുത്തു, റേസ് ടു 1/2. ഓക്കേ, അപ്പൊ അതിന്റെ പവർ ഡിനോമിനേറ്ററിലാണ് വന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് ഈക്വൽ ടു ഇന്റഗ്രൽ u റേസ് ടു -1/2 പ്ലസ് ഉള്ളത് മൈനസ് ആയി ഇൻറ്റു ഡി. അപ്പൊ നമ്മൾ ആദ്യത്തെ ഫണ്ടമെന്റൽ ഫോർമുല തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇന്റഗ്രൽ x റേസ് ടു n dx എന്നുള്ള ഫോർമുല, അതായത് x റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് c. അപ്പൊ ഇവിടെ n ന്റെ സ്ഥാനത്ത് -1/2 ആണ്. വിത്ത് റെസ്പെക്ട് ടു u ലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ വരിക? u റേസ് ടു -1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ -1/2 പ്ലസ് 1 പ്ലസ് c. ഓക്കേ, അപ്പൊ ഇത് ഈക്വൽ ടു -1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ പ്ലസ് 1/2 ആയി മാറും. അപ്പൊ u റേസ് ടു 1/2 divided by 1/2 plus c. ഓക്കേ, ഇനി ഇത് 2 ന്യൂമറേറ്ററിലേക്ക് വരും. ഇത് ഈക്വൽ ടു 2u raised to 1/2 plus c എന്ന്. ഇനി u raised to 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? √u ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു 2√u plus c എന്ന്. ഇത് ഡിനോമിനേറ്ററിൽ വേണമെങ്കിൽ 1 എഴുതാം. 2 തിരിച്ചു വരുമ്പോൾ 2 മുകളിൽ വരും, 1 താഴെ വരും. തിരിഞ്ഞു വരുമ്പോൾ അത് 1 എഴുതിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഈക്വൽ ടു 2√u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ എടുത്തത്? sin x. അപ്പോൾ നമ്മളുടെ sin x എന്ന് എടുത്തു. sin x plus c. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു മെത്തേഡ് ഇത്രയും വളരെ സിമ്പിൾ ആയ ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ ഫോർമാറ്റ് കൃത്യമായി ഓർത്ത് വെക്കുക. ഇതിൽ ഏതെങ്കിലും ഒക്കെ ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് മെത്തേഡിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ ഏതാണ്, അതുപോലെ അതിന്റെ ഒരു എക്സാമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ടൈപ്പ് ഓഫ് ഇന്റഗ്രൽ ഇതാണ്. ഇന്റഗ്രൽസ് ഓഫ് ദ ഫോം ഇന്റഗ്രൽ g ഓഫ് f of x into f dash x dx. അപ്പോൾ ഇവിടെ g എന്ന് പറഞ്ഞാലും ഫംഗ്ഷൻ ആണ്, f എന്ന് പറഞ്ഞാലും ഫംഗ്ഷൻ ആണ്, അത് x ൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്നാണ് അതിന്റെ മീനിങ്. ഇനി f dash x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ വരുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. അതായത് ഇവിടെ പറഞ്ഞാൽ എന്താ, ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഉള്ളിൽ വരുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അവിടെ ഉണ്ടാവും. അങ്ങനെ വന്ന ഫോർമാറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നോക്കിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ e റൈസ് ടു x ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫണ്ടമെന്റൽ ആയിട്ട്. അപ്പൊ e റൈസ് ടു x ന് പകരം e റൈസ് ടു sin x എന്നാണ് വന്നത്. അപ്പൊ e എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഉള്ളിൽ sin x എന്നുള്ള ഫംഗ്ഷൻ ആണ് വന്നത്. ആ sin x എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? cos x എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ഇവിടെ തന്ന ഇന്റഗ്രൽ. ഓക്കെ, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ചെയ്യുന്നത് ഒരേ മെത്തേഡ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം എടുത്ത് എഴുതുന്നു. ഇന്റഗ്രൽ e റൈസ് ടു sin x cos x dx. അപ്പൊ ഇതില് f of x ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത് നോക്കിക്കേ. ഒരു ഫംഗ്ഷന്റെ ഉള്ളിലെ ഫംഗ്ഷൻ വരിക. ഇവിടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ e ആണ്, അതിന്റെ ഉള്ളിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ sin x ആണ്. അപ്പൊ ഇവിടെ f of x എന്ന് പറഞ്ഞാൽ sin x ആണ്. അപ്പൊ അതിന് ഞാൻ u എന്ന് പേര് കൊടുക്കുന്നു. put u equal to sin x. അപ്പൊ u x ലുള്ള ഫംഗ്ഷൻ ആയി മാറി. അപ്പൊ u നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x ല്. അപ്പൊ du by dx equal to d by dx of sin x. ഓക്കെ, അപ്പൊ du by dx equal to cos x എന്ന് കിട്ടും. sin x ന്റെ ഡെറിവേറ്റീവ് cos x. അപ്പൊ du equal to cos x into sin dx into dx. ഇത് ക്രോസ് മൾട്ടിപ്ലൈ cos x into dx. അപ്പൊ du എന്താണെന്നുള്ളത് കിട്ടി. അപ്പൊ നമ്മൾ ഈ ഇന്റഗ്രൽ ഒന്ന് മാറ്റി എഴുതിക്കേ. ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ e റൈസ് ടു sin x ന് പകരം എന്ത് എഴുതാ? u എന്ന് എഴുതാ. cos x dx ന് പകരം എന്ത് എഴുതാ? du എന്ന് എഴുതാ. അപ്പൊ ഇതെന്തായി മാറി? ഇന്റഗ്രൽ e റൈസ് ടു x dx എന്നുള്ള അതേ ഫോർമാറ്റിലായി മാറി. ഇന്റഗ്രൽ e റൈസ് ടു u du എന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. വിത്ത് റെസ്പെക്ട് ടു u ലാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. e റൈസ് ടു x ന്റെ ഇന്റഗ്രൽ എന്താണ്? e റൈസ് ടു x ആണ്. അപ്പൊ e റൈസ് ടു u ന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? e റൈസ് ടു u പ്ലസ് c എന്ന്. ഇനി e റൈസ് ടു u ന് പകരം എന്ത് കൊടുക്കണം? sin x. അപ്പൊ ഇവിടെ
സൈൻ എക്സ് പ്ലസ് സി. ഇതാണ് ഈ തന്നിരിക്കുന്ന ഇന്റഗ്രലിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഈ ടെക്നിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എല്ലാവരും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ അത് കൃത്യമായി മനസ്സിലാക്കുക. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇന്റഗ്രൽ സൈൻ ഓഫ് log x ഡിവൈഡഡ് ബൈ x dx. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണോ എന്ന് പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു. ഇന്റഗ്രൽ സൈൻ ഓഫ് log x ബൈ x into dx equal to, ഇതിനെ ഞാൻ മാറ്റിയിട്ട് ഇന്റഗ്രൽ സൈൻ ഓഫ് log x into 1 by x dx. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ ഒരു ഫോർമാറ്റിലായാലും ഇത് 1 into സൈൻ ഓഫ് log x എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് log x തന്നെയാണ്, ബൈ x എന്ന് കിട്ടും, into dx. അപ്പൊ ഇങ്ങനെ മാറ്റി എഴുതിയാൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. ഇനി നോക്കിക്കേ, ഒരു ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്, നമ്മൾ പഠിച്ചത് സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആണ്. അതിൽ എക്സിന്റെ സ്ഥാനത്ത് log x ഇതാണ്, മറ്റൊരു ഫംഗ്ഷൻ ആണ് കിട്ടിയത്. സൈനിന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ log x കിട്ടി. ആ log x ന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്, 1 by x എന്ന് പറയുന്നത്. അത് ഇവിടെ ഉണ്ട്. അത് പെട്ടെന്ന് ബൈ എക്സ് എന്ന് കാണുമ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് വരും, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി കാണിച്ചത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ log x ന്റെ ഡെറിവേറ്റീവ് ആണ് 1 by x into dx എന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷൻ നോക്കുക, ഇതായിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ g ന്റെ സ്ഥാനത്ത് sin x ആണ്, f of x ന്റെ സ്ഥാനത്ത് log x ആണ്. അപ്പൊ ഈ log x നാണ് നമ്മൾ u എന്ന് പേര് കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുന്നു, പുട്ട് u equal to log x. അപ്പൊ u x ലുള്ള ഒരു ഫംഗ്ഷൻ ആയി മാറി. അപ്പൊ u നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, du by dx equal to d by dx of log x. ഓക്കെ, അപ്പൊ du by dx equal to log x ന്റെ ഡെറിവേറ്റീവ് 1 by x. അപ്പൊ du equal to 1 by x into dx. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മുടെ ഇന്റഗ്രൽ എന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്, അതായത് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പൊ ഇന്റഗ്രൽ സൈൻ log x ന് പകരം u എന്ന് കൊടുത്തു, 1 by x dx ന് പകരം du എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, ഇത് ഈക്വൽ ടു സൈൻ u നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, അത് അറിയണമെങ്കിൽ ആദ്യം സൈൻ x നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക, മൈനസ് കോസ് x എന്നാണ്. അപ്പൊ സൈൻ u നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായിരിക്കും, മൈനസ് കോസ് u എന്നായിരിക്കും, മൈനസ് കോസ് u പ്ലസ് c. ഓക്കെ, ഇത് ഈക്വൽ ടു മൈനസ് കോസ് u എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എടുത്തത്, log x എന്നാണ്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ log x പ്ലസ് c. അത്രയും സിമ്പിൾ ആണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള ടെക്നിക്ക് മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കൊക്കെ ഉണ്ടാവും, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. അതേപോലെ തന്നെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇന്റഗ്രൽ 1 plus e raised to tan x into sec square x dx. ഇപ്പൊ ഇതിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കേ. കമ്പയർ ചെയ്യുമ്പോൾ e എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതിന്റെ ഉള്ളിലാണ് tan x വന്നത്. അപ്പൊ ഇവിടെ f of x ന്റെ സ്ഥാനത്ത് tan x ആണ്. ഈ tan x ന്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്, sec square x. അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതി 1 plus e raised to tan x into sec square x dx. അപ്പൊ നമ്മൾ എന്തിനാണ് u എന്ന് കൊടുക്കുക, tan x നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുന്നു put u equal to tan x. അപ്പൊ u x ലുള്ള ഒരു ഫംഗ്ഷൻ ആയി മാറി. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, du by dx equal to d by dx of tan x. ഓക്കെ, അപ്പൊ du by dx equal to tan x ന്റെ ഡെറിവേറ്റീവ് sec square x. ഇനി ഇത് dx ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ du equal to sec square x into dx ആണ്. അപ്പൊ ഈ ഇന്റഗ്രൽ എങ്ങനെ ചേഞ്ച് ആവും, ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ 1 plus e raised to u, tan x ന് പകരം u എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു, sec square x dx ന് പകരം du. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. പലരും തെറ്റിക്കുക ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പൊ ഇത് നമ്മൾ രണ്ട് ഇന്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ 1 du പ്ലസ് ഇന്റഗ്രൽ e raised to u du ഇത് ഈക്വൽ ടു ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചത്, x ആണ്. അപ്പൊ ഇന്റഗ്രൽ 1 du എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, u ആയിരിക്കും. ഇവിടെ പലരും x എന്ന് എഴുതി വെക്കാറുണ്ട്, തെറ്റിക്കരുത്.
ഇന്റഗ്രൽ 1 du എന്ന് പറഞ്ഞാൽ u പ്ലസ് e raised to x ന്റെ ഇന്റഗ്രൽ e raised to x ആണ്. അപ്പൊ e raised to u ന്റെ ഇന്റഗ്രൽ e raised to u പ്ലസ് c. ഓക്കെ, ഇത് ഈക്വൽ ടു ഇനി u ന് പകരം എന്ത് എഴുതണം? tan x. അപ്പൊ ആദ്യത്തെ u ന് പകരം tan x പ്ലസ് e raised to tan x കാരണം ഇവിടെ u ആണ് പ്ലസ് c. അതാണ് നമ്മുടെ ഇന്റഗ്രലിന്റെ ആൻസർ. അപ്പൊ ഈ അവസാനത്തെ സ്റ്റെപ്പ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നല്ലോണം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഇന്റഗ്രൽ e raised to x sec square e raised to x dx. അപ്പൊ ഈ ഫോർമാറ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ പലരും ഇത് തെറ്റിക്കാറുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ ഫംഗ്ഷൻ വരുന്നത് sec square എന്നുള്ളതാണ് ഇവിടെ ഫംഗ്ഷൻ, അതിന്റെ ഉള്ളിലാണ് e raised to x എന്ന അനദർ ഫംഗ്ഷൻ വരുന്നത്. ഈ e raised to x എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് e raised to x, അതാണ് ഇവിടെ e raised to x എന്ന് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമാറ്റിലാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇതിനെ ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുന്നു ഇന്റഗ്രൽ e raised to x sec square into e raised to x dx. ഓക്കെ, നമ്മൾ e raised to x നാണ് u എന്ന് കൊടുക്കുന്നത്. put u equal to e raised to x. ഇതാണ് പലരും തെറ്റിക്കാറ്. ഇതിൽ ഏത് e raised to x നാണ് നമ്മൾ u എന്ന് കൊടുക്കുന്നത്? sec squareന്റെ ഉള്ളിൽ വരുന്ന e raised to x നാണ് u എന്ന് കൊടുക്കുന്നത്. പ്രത്യേകം ഓർത്ത് വെക്കണം. അപ്പൊ u x ലുള്ള ഫംഗ്ഷൻ ആയി മാറി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. du by dx equal to d by dx of e raised to x. അപ്പൊ e raised to x നെ ഇന്റഗ്രേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ du by dx equal to e raised to x. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലും e raised to x എന്നാണ് കിട്ടുക. അപ്പൊ du equal to e raised to x into dx. ഇത് dx കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഈ ഇന്റഗ്രൽ എങ്ങനെ ചേഞ്ച് ആവും? ഇത് ഇന്റഗ്രൽ നമ്മൾ ആ ഫംഗ്ഷൻ ആദ്യം എഴുതി sec square e raised to x ന് പകരം u എന്ന് കൊടുത്തു. പിന്നെ ഒരു e raised to x dx ഉണ്ട്. e raised to x dx ന് പകരം du എന്ന് കൊടുത്തു. ഓക്കെ, ഇത് എന്തായിരുന്നു? ഇന്റഗ്രൽ ഈ sec square x dx എന്താ നമ്മൾ പഠിച്ചത്? അത് tan x ആണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ sec square u du എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ tan u എന്ന് കിട്ടും. tan u plus c. ഇനി u ന് പകരം എന്ത് ചെയ്യണം? e raised to x കൊടുക്കണം. അപ്പൊ ഇത് ഈക്വൽ ടു tan e raised to x plus c എന്ന് കിട്ടി. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ഇന്റഗ്രൽ sec square x divided by root of 1 minus tan square x dx. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് എന്ന് തന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇൻവേഴ്സ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഒക്കെ നന്നായി അറിഞ്ഞിരുന്നാലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് d by dx of sin inverse x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു 1 by root of 1 minus x square എന്നാണ് പഠിച്ചത്. അപ്പൊ ഇത് അറിയണം, എന്നാലേ ഇത് ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമ്മളൊന്ന് എഴുതി നോക്കുക. അപ്പൊ ഇന്റഗ്രൽ sec square x divided by root of 1 minus tan square x dx. ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. അപ്പൊ ഇത് ഇന്റഗ്രൽ 1 by root of 1 minus tan square x into sec square x into dx എന്നാക്കി ഞാൻ അറേഞ്ച് ചെയ്തു. അപ്പൊ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കുക. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ നോക്കിക്കുക. 1 by root of 1 minus x square, 1 by root of 1 minus x ന്റെ സ്ഥാനത്താണ് tan x എന്ന് വന്നത്. ആ tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec square x ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഈ ഒരു ഫോർമാറ്റിലാണ്. ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 by root of 1 minus x square എന്നുള്ളതായിരുന്നു. ആ x ന്റെ സ്ഥാനത്ത് tan x എന്നുള്ള ഫംഗ്ഷൻ വന്നു. അപ്പൊ നമ്മൾ എന്തിനായിരിക്കും ഈ u എന്ന് കൊടുക്കുക? tan x നാണ് u എന്ന് കൊടുക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് put u equal to tan x. അപ്പൊ u x ലുള്ള ഫംഗ്ഷൻ ആയി മാറി. അപ്പൊ du by dx ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു x ല് d by dx of tan x. ഓക്കെ, അപ്പൊ du by dx equal to tan x ന്റെ ഡെറിവേറ്റീവ് sec square x. ഓക്കെ, അപ്പൊ dx ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നെക്സ്റ്റ് സ്റ്റെപ്പില് du equal to sec square x into dx. sec square x into dx. അപ്പൊ അത് നമ്മള് തിരിച്ച് ഇന്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ഓരോ വാല്യൂ. അപ്പൊ അത് ഈക്വൽ ടു ഇന്റഗ്രൽ 1 by root of 1 minus tan x ന് പകരം u എന്ന് കൊടുക്കുന്നു. അപ്പൊ അത് u സ്ക്വയർ. sec square x dx ന് പകരം du എന്ന് എഴുതാം. അപ്പൊ ഇത് du എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇത് എന്ത് ആയി മാറി?
ഈ ഒരു ഫോർമാറ്റിലായി മാറി. 1/√1 - x². ഇവിടെ x² പകരം u² എന്നാണ് വിത്ത് റെസ്പെക്ട് യുയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരം എന്താ കിട്ടുക? sin ഇൻവേഴ്സ് x എന്നാണ്. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? sin ഇൻവേഴ്സ് u കിട്ടും. x ന് പകരം u ആണ് ഇവിടെ ഉള്ളത്, പ്ലസ് കോൺസ്റ്റന്റ് c. ഇനി u ന് പകരം എന്ത് എഴുതണം? tan x എന്ന് എഴുതണം. അപ്പൊ ഇത് ഈക്വൽ ടു sin ഇൻവേഴ്സ് tan x ബ്രാക്കറ്റ് കൊടുക്കുക പ്ലസ് c. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത് എന്താണ് ഫംഗ്ഷൻ, ആ ഫംഗ്ഷന്റെ ഉള്ളിൽ വരുന്ന ഫംഗ്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മെത്തേഡ്സ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന കൺസെപ്റ്റിലെ 2 ടൈപ്സ് ഓഫ് ഇന്റഗ്രൽസ് ആണ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ f of x all raised to n f dash x dx. അതാണ് ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്തായിരുന്നു? ഇന്റഗ്രൽ g of f of x into f dash x dx. ഇതായിരുന്നു രണ്ടാമത്തെ ടൈപ്പ്. ഈ 2 ടൈപ്പ് ഓഫ് ഇന്റഗ്രൽസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയ ഇന്റഗ്രൽസ് ആണ്. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കി പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഇത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഓരോ പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് മനസ്സിലാക്കുക. വ്യത്യസ്തങ്ങളായ പ്രോബ്ലംസ് ആണ് നമ്മൾ ഓരോന്നും ചെയ്തത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്, ശ്യാം പ്രസാദ്.